എൻ്റെ ലൈഫിൽ ഭഗവത്ഗീത ഉണ്ടായത് എപ്പോഴാണ് സംഭവിച്ചപ്പോൾ 2022 സെപ്റ്റംബർ 10 മുതൽ 7 ദിവസവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭഗവത്ഗീതയായിരുന്നു. ഞാനങ്ങനെ യുദ്ധത്തിൽ കയറി അകത്തേക്ക് കയറി പോകുമ്പോൾ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും എനിക്കൊരു വിഷാദയോഗം വന്നു. ഞാൻ ചത്തുപോകും, ഞാൻ തീരൂ. എൻ്റെ തല നിലത്ത് മുട്ടിയിട്ടുണ്ട് വെയിൻ വീർത്തിട്ട്. ഞാനിങ്ങനെ ഈ പ്രപഞ്ചത്തെ ഇപ്പോൾ ശക്തി ബ്രഹ്മർഷികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു മനുഷ്യന്മാരില്ല. ആ സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു. എൻ്റെ ഹാർട്ട് ബീറ്റ്, എൻ്റെ മറ്റേ ECG വേരിയേഷനായി നവംബറിൽ. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ മൊത്തത്തിൽ തകർന്നടിഞ്ഞ് നിലത്ത് വീണു, ഒറ്റപ്പെട്ടു പോയി. ആ സമയത്ത് അവിടെയാണ് എനിക്ക് കൃഷ്ണൻ്റെ ഉപദേശം വന്നത്. എനിക്കുള്ള ദർശനം അതായിരുന്നു. ഭഗവത്ഗീത ദർശനം ഒറ്റ വാക്കുകൊണ്ടാണ് പറഞ്ഞു കൃഷ്ണൻ. ഞങ്ങളാണ് നിൻ്റെ ആത്മബന്ധുക്കൾ, നിന്നിൽ നിന്നും പോകുന്നവരൊക്കെ ഞങ്ങൾ കളയുന്നവരാണ്. അവരൊക്കെ നിനക്ക് കൂടെ നിൽക്കാൻ അധികാരമില്ലാത്തവരാണ്. കർമ്മത്തിന് അധികാരം വേണം. അവകാശമില്ലാത്തൊരു കർമ്മണ്യവാധികാരത്തെ ഫലേഷു കഥാചന എന്ന് പറയുന്ന ഒറ്റ ശ്ലോകമാണ് അത്. കർമ്മത്തിന് അധികാരമില്ലാത്തവരൊക്കെ നിന്നെടുത്ത് കളയും. എന്നിട്ട് ആരാണോ അർഹതപ്പെട്ടത് അവർ വരും. നീ അതൊന്നും ചിന്തിക്കണ്ട. കർമ്മഫലം നീ ചിന്തിക്കണ്ട, അത് ഞങ്ങളുണ്ടാക്കും. നീ മുന്നോട്ട് പോകും. പെട്ടെന്ന് എൻ്റെ മകൻ എനിക്കൊരു സപ്പോർട്ട് ചെയ്തു. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കുറുടിയുമ്പോൾ കുത്തിയായി എണീറ്റിട്ട് ഞാൻ പൂർത്തീകരിച്ചു. 2024 യാഗം പൂർത്തീകരിച്ചു. അവസാന ലാപ്പിലാണ് അടിച്ചിട്ടത്. അതാണ് എൻ്റെ ഭഗവത്ഗീത. അവിടെ നിന്നാണെങ്കിൽ 18 അധ്യായങ്ങൾ തിരിച്ചറിഞ്ഞത്. കൃഷ്ണൻ അനുഭവിച്ചു തന്ന ഭഗവത്ഗീതയുണ്ട് എനിക്ക്. ഭഗവാൻ കൃഷ്ണൻ അത് അവതാരമാണ്, ജ്യോതിസ്വരൂപമാണ്, മനുഷ്യനല്ല. ഞങ്ങൾക്ക് വാസുദേവ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് വെളുത്ത ബോളാണ്. അത് കഴിഞ്ഞിട്ടോ ഇതുവരെ ഞാൻ ഭഗവത്ഗീതയിൽ പിടുത്തം വിട്ടിട്ടില്ലേ. കാത്തിരുന്നു ക്ഷമയോടുകൂടി. 2025 എനിക്ക് ഒടുക്കത്തെ അവേക്കിംഗ് സ്റ്റേജായിരുന്നു. എൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് റിവേഴ്സ് ടെക്നോളജിയിൽ ഞാൻ എൻ്റെ ലൈഫ് തന്നെ ഞാൻ ഇല്ലാണ്ടായി പോകുന്ന വരെ ഞാൻ പേടിച്ചിട്ടുണ്ട്. പക്ഷെ പ്രകൃതി അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. എന്നിലേക്ക് ഓരോരുത്തരെ കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇന്ന് ഞാൻ ഒറ്റയാനല്ല, എനിക്ക് കൂട്ടുണ്ട്. എനിക്കൊരു സഖി വന്നു, ഒരു സകനും വന്നു. പിന്നെ ദേ ഒരുപാട് ആൾക്കാർ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭഗവത്ഗീത സംഭവിക്കും നമ്മളിൽ. പ്രകൃതിനെ ഇത് ഈ സന്യാസിമാർ പറയുന്ന ഭഗവത്ഗീതയല്ല. ശ്ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. ശ്ലോകത്തിന് അനുഭവങ്ങളാണ്. അതിൻ്റെ അകത്തുള്ള സത്തിനാണ് കാര്യം. അസതോമ സത്കമേ, അസത്തായിട്ടിരിക്കുന്ന ഈ ശ്ലോകങ്ങൾക്കകത്ത് സത്തുണ്ട്. അത് നമ്മുടെ അനുഭവങ്ങളായിട്ടാണ്.